നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 10 ഞായർ, മേടം 27. 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അപ്പോൾ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസം കൂടി. തീർച്ചയായും ഇന്നലെ ഡൽഹിയിൽ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചകളൊന്നും ഒരു തീരുമാനങ്ങളുമായില്ല. ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ പറയുകയുണ്ടായി, തർക്കങ്ങളുണ്ടായത് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. കേരള മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെ കോൺഗ്രസിന്റെ സസ്പെൻസ് തുടരുകയാണ്. അതേസമയം സസ്പെൻസും ത്രില്ലറിന് ശേഷം ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ കാര്യമാണെങ്കിൽ വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി അടക്കം ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഒപ്പം CPM-ഉം ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ ആരംഭിക്കുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി തന്നെ തുടരുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമറിയാം. ഇന്ന് മാതൃദിനം കൂടിയാണ്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ആശംസകൾ നേർന്നുകൊണ്ട്, അമ്മമാരെ ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ് ഗോകുൽ. ആദ്യത്തെ വാർത്ത തന്നെ ആ സമവായമാകാത്ത മുഖ്യമന്ത്രി ചർച്ചയിലേക്കാണല്ലേ? അതെ, കാത്തിരിപ്പ് അങ്ങനെ തുടരുകയാണ്. നേതാക്കളുടെ നെഞ്ചിടിപ്പും കൂടുകയാണ്. ഇനി എല്ലാം ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. ഖർഗെയും രാഹുലും പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും ഡൽഹിയിലേക്ക് ഉറ്റുനോക്കുന്നു. മുഖ്യമന്ത്രിയെ കാത്ത് കേരളം. TV Empire Director, review for leg before. Start from the front foot, please. Yes, that's a process. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കാതോർത്ത് 7ാം നാൾ കേരളം. തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ് നേതാക്കൾ. ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. രാഹുൽ ഗാന്ധി കടുത്ത വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് ഫ്ലെക്സ് പോരിനും ശക്തി പ്രകടനത്തിനും തൽക്കാല ശമനമുണ്ടായേക്കും. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ നേതാക്കൾ നടത്തിയ പ്രതികരണം ഒരിക്കൽ കൂടി കാണാം. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങളെ അതിന് മനസ്സിന് വിഷമമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നു. നിങ്ങളോട് എല്ലാവരോടും, എല്ലാ UDF പ്രവർത്തകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇന്നു മുതൽ അത്തരം ഒരു പ്രവർത്തനങ്ങളും ചെയ്യരുത് സംസ്ഥാനത്ത് വെച്ച്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഇതോട് കൂടി ഇതെല്ലാം അവസാനിക്കുക. പാർട്ടി പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടാണ്. നേതാക്കന്മാരെ സ്നേഹിക്കാനും നേതാക്കന്മാരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിലും ഒരു തെറ്റുമില്ല. അതാണ് CKC വേണുഗോപാൽ BD സതീശൻ കൂടെ പറഞ്ഞത്. പക്ഷേ ഇനി മുതൽ അത് ജനങ്ങളുടെ മുമ്പിൽ നമുക്കൊരു മോശമായ ചിത്രമുണ്ടാക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇന്നു മുതൽ വെച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തു മാറ്റുകയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും നടത്താതിരിക്കുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത്. ജനങ്ങൾ നൽകിയ വൻപിച്ച മാൻഡേറ്റാണ്, വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണകൂടം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഭരണകൂടം ഉണ്ടാക്കാനാണ്. അതിനിടയിൽ നിർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു പഴങ്കഥയായി അവസാനിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്. പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും പരമപ്രധാനം, ജനങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷനും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിനനുസരിച്ച് വ്യക്തമായിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കണം. എൻ്റെ പേര് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയും ചേരുകയാണ്. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, ഇന്നലെ നടന്ന 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ സസ്പെൻസ് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കേരളം ഉറ്റുനോക്കുന്നത് ഇനി ആ പ്രഖ്യാപനത്തിലേക്കാണ്. ഒപ്പം നേതാക്കളും നെഞ്ചെടുപ്പോടെ കാത്തിരിക്കുകയാണ്. അത് ഖർഗെയും രാഹുൽ ഗാന്ധി ചേർന്ന് ഇന്നോ നാളെയോ പ്രഖ്യാപനമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇനിയുള്ള പ്രോസസ്സ് എന്തായിരിക്കും? ഇനി എന്തെങ്കിലും ചർച്ചകൾക്ക് അഭിപ്രായം തേടലിന് സാധ്യതയുണ്ടോ? അതല്ല നേരിട്ടൊരു തീരുമാന പ്രഖ്യാപനമാകുമോ ഉണ്ടാവുക? വെരി ഗുഡ് മോർണിംഗ് ഗൂഗിൾ, ഹർഷ.
ഈ വിഷയത്തിൽ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതുമായി ബന്ധപ്പെട്ടുള്ള സസ്പെൻസ് അത് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഒരു തീരുമാനം ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം നിർണായകമായ ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അത് ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാകേണ്ട മുഴുവൻ നേതാക്കളും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, കൂടാതെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇരുന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 നേതാക്കൾ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, കൂടാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയത്. അത് കൂട്ടമായും ഒറ്റയ്ക്കൊറ്റയ്ക്കും ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിൽ പോലും നേതാക്കൾ പുറത്തു വന്ന് ഇനിയും കാത്തിരിക്കാനുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. ദീപദാസ് മുൻഷി തന്നെയായിരുന്നു ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. തീരുമാനം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും വിട്ടുകൊണ്ടുള്ളതാണ് തീരുമാനം. ഇന്നലെ നടന്ന ചർച്ചകളിലും ഈ ഒരു നിർദ്ദേശമായി KC വേണുഗോപാലിന്റെ പേരായിരുന്നു AICC മുന്നോട്ട് വെച്ചത്. അത്തരത്തിലുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഓരോ നേതാവും തങ്ങളുടെ നിലപാട് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിൽ അറിയിച്ചിട്ടുണ്ട്. വൈകാരികമായുള്ള പ്രതികരണം നേതാക്കളിൽ നിന്നും ഉണ്ടായി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിൽ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും 3 പേരും തന്നെ വൈകാരികമായുള്ള പ്രതികരണമാണ് നടത്തിയത്. പാർട്ടിക്ക് വേണ്ടി തങ്ങൾ നടത്തിയ സംഭാവനകൾ, ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് തങ്ങൾക്ക് അവകാശവാദം ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. VD സതീശൻ 2021 താൻ ചുമതലയേൽക്കുമ്പോൾ പാർട്ടിയുടെ സ്ഥിതി എന്തായിരുന്നു, തൻ്റെ കഴിവിൻ്റെ പരമാവധി താൻ പാർട്ടിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് തന്നെ ഇല്ല എന്ന തരത്തിലുള്ള സൂചനകൾ അദ്ദേഹം നൽകിയതായുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. പാർട്ടി എന്തു പറഞ്ഞാലും താൻ അനുസരിക്കാൻ തയ്യാറാണ്. തനിക്ക് മന്ത്രിപദം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മന്ത്രിപദമോ അതിനോ വേണ്ടിയല്ല പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വൈകാരികമായി തന്നെ നേതൃത്വത്തെ ധരിപ്പിച്ചതായാണ് സൂചനകൾ. ഒപ്പം തന്നെ KC വേണുഗോപാലും കൂട്ടായ ഒരു വിജയമായിരുന്നു കേരളത്തിലേത് എന്ന കാര്യമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ MLA-മാരുടെ നിലപാടിന് അത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നേതൃത്വത്തെ. രമേശ് ചെന്നിത്തല അതേസമയം സംസ്ഥാനത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുന്നത് ഗുണം ചെയ്യില്ല എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ താൻ മുൻ കാലങ്ങളിൽ താൻ പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്ന കാര്യം, പാർട്ടി അച്ചടക്കം പാലിച്ചുകൊണ്ട് നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പം നിന്ന പാരമ്പര്യമാണ് തനിക്കുള്ളത് എന്ന കാര്യവും ധരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് ഇന്നലത്തെ യോഗത്തിന് ശേഷം നേതൃത്വം എത്തിയിട്ടില്ല. മറിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരം അത് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും വിട്ടിരിക്കുകയാണ്. ഈ 2 നേതാക്കളായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അതിനു മുമ്പായി ആവശ്യമെങ്കിൽ സോണിയാഗാന്ധിയുമായും ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നാണ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒപ്പം ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയവും ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ ഉണ്ട്. ഈ 3 പേരും ഒരുപോലെ അർഹരാണ് എന്നുള്ളത് തന്നെയാണ് ഈ കേരളത്തിൽ തീരുമാനം വൈകാൻ കാരണമാകുന്നത് എന്നുമാണ് നേതൃത്വം നൽകുന്ന വിവരം. ഇതിൽ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത് ഈ നേതാക്കളെ പിന്തുണച്ചുകൊണ്ടുള്ള പോര്, അണികൾക്കിടയിലെ പോര്, അത് തെരുവ് യുദ്ധത്തിൻ്റെ സമാനമായ തരത്തിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തി തന്നെ 3 നേതാക്കളോടും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പാർട്ടി നിർദ്ദേശം നിലനിൽക്കെ നേതാക്കൾക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകളും മുദ്രാവാക്യം വിളികളും തെരുവിൽ ഉയരുന്നത് പാർട്ടി നേടിയ വലിയ വിജയത്തിന്റെ മതിപ്പ് കെടുത്തുമെന്നും അതുകൊണ്ട് തന്നെ അണികളെ നേതാക്കൾ അടക്കിയിരുത്തണം എന്നുമുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതിന്റെ തുടർച്ചയായാണ് മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും 3 പേരും ഇത്തരത്തിലുള്ള തെരുവിലുള്ള പിന്തുണച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികൾക്കും പോസ്റ്ററുകൾ, ബാനറുകൾ എന്നിവ അവസാനിപ്പിക്കണം, നിലവിലുള്ളവ നീക്കം ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകും. ഇന്ന് രാഹുൽ ഗാന്ധി ചെന്നൈയിലേക്ക് പോയിരിക്കുകയാണ്. രാവിലെ തന്നെ അദ്ദേഹം വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി അദ്ദേഹം ഡൽഹിയിൽ നിന്നും അതിരാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ, മല്ലികാർജുൻ ഖാർഗെയുമായുള്ള ചർച്ച, സോണിയാഗാന്ധിയുമായുള്ള ആശയവിനിമയം എന്നിവ ഉണ്ടാവുക. ഏതായാലും ഇന്നലെ പ്രതീക്ഷിച്ച പ്രഖ്യാപനം ഇന്നോ നാളെയോ എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. 3 നേതാക്കളുടെയും ക്ലെയിം, അവരുടെ അവകാശവാദങ്ങളൊക്കെ ഹൈക്കമാൻഡ് നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ
ഹൈക്കമാൻഡിന് അതൃപ്തിയുള്ളത് അല്ലെങ്കിൽ അംഗീകരിക്കാനാവാത്തത് കേരളത്തിൽ നടന്ന അതിരുവിട്ട ശക്തി പ്രകടനം അല്ലെങ്കിൽ അണികളുടെ പരസ്യ പ്രകടനങ്ങളും ഈ ഫ്ലെക്സ് പോരും ഒക്കെയാണ്. അതിൽ കൃത്യമായ ഒരു സന്ദേശം നൽകുകയും ഒരു ഐക്യത്തിൻ്റെത് ഒരു സമാധാനത്തിൻ്റെ സന്ദേശം കൂടി ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച് അതാണ് ആ 3 നേതാക്കളെയും ഒരുമിച്ച് മാധ്യമങ്ങളെ ഇന്നലെ കണ്ടത്. അതോടുകൂടി ഇനി ഒരു പ്രഖ്യാപനം വന്നാൽ അത് ശിരസ വഹിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായി മറുത്തൊരു പ്രതികരണം ഉണ്ടാവാതെ സ്വീകരിക്കുക എന്നൊരു നിർദ്ദേശം, ഒരു അന്തരീക്ഷം കൂടി ഒരുക്കലായിരുന്നു ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ ആ തന്ത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി കേരളത്തിലേക്കാണ് പോകേണ്ടത്. തീർച്ചയായും തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘ്ന, ഇന്നലെ തന്നെ നേതാക്കൾ പറഞ്ഞതാണ് വിഭാഗീയത ഉണ്ടാക്കുന്ന വിധം പോസ്റ്ററുകളോ ഫ്ലക്സുകളോ ബാനറുകളോ ഒന്നും ഉണ്ടാകരുത്, അതെല്ലാം നീക്കം ചെയ്യണം എന്നുള്ളത്. ഒപ്പം തന്നെ ഇനി കേരളത്തിലെ നേതാക്കളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാകും? ഐക്യമുണ്ടെന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ ഇനിയാകുമോ? ഗുഡ് മോർണിംഗ് വർഷ, ഗോകുൽ. അതിൽ ഇന്നലെ കോൺഗ്രസിന്റെ ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവൻ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് സമാനമായിരുന്നു. അതായത് ആകാംക്ഷയോടെ ടിവിക്ക് മുന്നിൽ നേതാക്കളും ഗ്രൂപ്പ് മാനേജറും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ നിരാശയായിരുന്നു. ഫലം ഒരു മുഖ്യമന്ത്രി തീരുമാനം ഉണ്ടാകുന്നില്ല, പിന്നാലെ തന്നെ സമവായം ഉണ്ടാകണം, അതുപോലെ തന്നെ ഇനിയൊരു പ്രകടനമോ ഫ്ലക്സ് യുദ്ധമോ അല്ലെങ്കിൽ തർക്കമോ ഉണ്ടാകരുതെന്ന് വി ഡി സതീശനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു. അതിനുശേഷം നേതാക്കൾ പറഞ്ഞത് നല്ല കുട്ടികളായി അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യുവജന നേതാക്കളും അതുപോലെ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് ഈ ഒരു തർക്കം തുടങ്ങി വെച്ച നേതാക്കളും ഒക്കെ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അത് ഇന്ദിരാഭവനിലും സെക്രട്ടേറിയറ്റിലും അടക്കമുള്ള ഫ്ലെക്സുകളൊക്കെ നീക്കം ചെയ്തു. അതിൽ നേതാക്കളുടെ പ്രതികരണമായി വരുന്നത് ഇനിയൊരു ഗ്രൂപ്പ് തർക്കത്തിലേക്കില്ല, അല്ലെങ്കിൽ ടീം UDF ആണ്, നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നതനുസരിച്ച് ബാക്കി നോക്കാം, അതുപോലെ തന്നെ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണോ അത് ശിരസ വഹിക്കുമെന്നുള്ളതാണ് നിലവിലെ ഒരു പ്രഖ്യാപനമായി വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് വെള്ളയമ്പലത്തും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്തും ഒക്കെയുള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകളടക്കം വന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. കൂടാതെ അതിൽ ഈ നേതാക്കൾ വി ഡി സതീശൻ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ കൊച്ചി എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല രാവിലെയോടുകൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുമെന്ന് അറിയുന്നു. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും KC വേണുഗോപാലും ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും. അങ്ങനെ നേതാക്കൾ ആരും പിന്നീട് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ പറയുന്നത് ഇനി തീരുമാനം ഹൈക്കമാൻഡേതാണ്, അതുപോലെ തന്നെ എന്ത് തീരുമാനമുണ്ടെങ്കിലും അത് സ്വീകരിക്കും, ഉടൻ തന്നെ മുഖ്യമന്ത്രി തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 102 സീറ്റ് നൽകി വിജയിപ്പിച്ചിട്ടും ഇതുവരെ മുഖ്യമന്ത്രി തീരുമാനമാകുന്നില്ല എന്നുള്ള കാര്യത്തിൽ കടുത്ത ആശങ്കയുണ്ട്. കൂടാതെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് അത് ദോഷം ചെയ്യും, ആദ്യം തന്നെ ഭരണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് ദോഷം ചെയ്യുമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തലായി വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ മുൻ നേതാക്കൾക്കും അതുപോലെ തന്നെ കുറച്ച് വിഭാഗം നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. അതൊക്കെ പരിഗണിക്കണം, അല്ലെങ്കിൽ ഇത്തരം കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണപ്പെട്ട ജനങ്ങളുടെ, അതുപോലെ വോട്ട് ചെയ്ത ജനങ്ങളുടെ വികാരം മാനിക്കണമെന്നുള്ളതാണ് കൂടുതലായും പറയുകയും ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാമെന്നത് മാത്രമേ കേരളത്തിലെ വോട്ടർമാർക്കും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ വഴിയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രശ്നമോ അല്ലെങ്കിൽ പ്രകടനമോ അല്ലെങ്കിൽ ഫ്ലക്സ് യുദ്ധമോ ഒന്നും ഉണ്ടാകില്ലെന്നും പ്രതീക്ഷിക്കും. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന നേതാവ്. രമേശ് ചെന്നിത്തല എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതും കാത്തിരിക്കേണ്ടതാണ്. പരസ്പരം ഐക്യമില്ലെങ്കിലും അണികളോട് ഐക്യപ്പെടാൻ പറയുന്നുണ്ടല്ലേ ഇവിടെ നേതാക്കൾ? തീർച്ചയായും അണികൾ അത് അനുസരിച്ചു ഇന്നലെ. പക്ഷേ ഇനി ഒരു പ്രഖ്യാപനത്തിന് ശേഷവും അതേ അനുസരണ കാണിക്കുമോ അടങ്ങിയിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ മാൻഡേറ്റ് നൽകിയ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രകടനങ്ങൾ, അത് അതിരുവിട്ട പ്രകടനങ്ങളിൽ വലിയ അതൃപ്തിയുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി മനസ്സിലാക്കി ആ ജനങ്ങളുടെ വികാരം മാറുന്നു എന്നത് മനസ്സിലാക്കി കൂടിയാണ് ഇന്നലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായ പ്രകടനം നടത്തി ഹൈക്കമാൻഡ് നേതൃത്വം രാഹുൽ ഗാന്ധി കൃത്യമായി ആ സന്ദേശം നൽകി. ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. അത് തന്നെയാണ് ആ 3 പേരും അല്ലെങ്കിൽ 4 നേതാക്കൾ ഒരുമിച്ചുള്ള ആ ഫ്രെയിമിൽ മനസ്സിലാക്കുന്നത്. ആ ഫ്രെയിം പോലെ കെട്ടുറപ്പുള്ള ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാനാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അണികൾ ആഗ്രഹിക്കുന്നതാണ്. അതെന്തായാലും കേരളത്തിൽ തീരുമാനമായില്ലെങ്കിൽ നമ്മുടെ തമിഴകത്ത് തീരുമാനമായിട്ടുണ്ടല്ലേ? അവിടെ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ്. തമിഴകത്ത് വിജയക്കൊടി. തമിഴ്നാട്ടിൽ ഇനി ദളപതി ഭരണം പിന്തുണയുടെ കാര്യത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഉണ്ടായെങ്കിലും ഒടുവിൽ VCKയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയോടെയാണ് വിജയ് തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയാകുന്നത്. ജനനായകരിൽ വലിയ പ്രതീക്ഷയിലാണ് തമിഴ് ജനത.
ഇന്ന് രാവിലെ 10 മണിക്ക് ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും സൂപ്പർ ക്ലൈമാക്സും കടന്നാണ് വിജയ് തമിഴ്നാട് ഭരിക്കാൻ ഒരുങ്ങുന്നത്. 2 ദ്രാവിഡ മുന്നണികൾക്കെതിരെ മത്സരിച്ച 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും ഭരണത്തിലെത്താൻ അത് മതിയാകാതെ വന്നു. 116 സീറ്റുകളിലെത്തിയെങ്കിലും 2 സീറ്റുകൾക്കായി വീണ്ടും കാത്തിരിപ്പ്. ഒടുവിൽ VCKയും മുസ്ലിം ലീഗും പിന്തുണ പ്രഖ്യാപിച്ചു. ആകെ സീറ്റുകൾ 120. യഥാർത്ഥ ജനനായകൻ വിജയ് ഇനി സെന്റ് ജോർജ് കോട്ടയിലേക്ക്. വിജയ് മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. പരിചയക്കുറവിന്റെ പ്രശ്നങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും സി ജോസഫ് വിജയിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾ. വന്നിருக்காரு பரவாயில்ல, இனிமேல் நல்லா செய்வார் தான் நினைக்கிறோம். நல்லதே நடக்கும், நல்லா செய்வார். கட்டாயம் வரணும் சார். ஏன்னா மக்களால் தேர்ந்தெடுக்கப்பட்டவர் அவர். 1.5 கோடி மக்கள் அவரை தேர்ந்தெடுத்திருக்காங்க. கட்டாயம் அவர் ஆட்சி அமைக்கணும். எல்லா கூட்டணி கட்சியிலும் அவர் சப்போர்ட் பண்ணணும்னு நினைக்கிறோம். பண்ணுவாங்க. கட்டாயம் அவர் ஆட்சி அமைக்கணும். புது ஆட்சி நாங்கள் எதிர்பார்க்குறோம். 2 മണിക്കൂർ നേരം ഗവർണറും വിജയും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടു. 13-നകം TVK സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. 24 ചെന്നൈ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിജയെ നേരിൽ കാണാൻ മലപ്പുറം താനൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ദമ്പതികൾ. വിജയ് കഥാപാത്രങ്ങളുടെ കടുത്ത ആരാധകരായ ദമ്പതികൾ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ചെന്നൈയിലെത്തി വിജയെ കാണാനുള്ള പരിശ്രമത്തിലാണ്. ആ ദമ്പതികളുടെ പരിശ്രമം വിജയിക്കുമില്ലേ, ഏതായാലും ഒരു വല്ലാത്ത ആരാധനയാണെന്ന് മനസ്സിലാവും. ആ കാൽനട യാത്രയിലേക്കാണ്. മുഹമ്മദ് റാഫിയുടെയും ഉമ്മു ഷഹാനയുടെയും ഏറെക്കാലത്തെ ആഗ്രഹമാണ് വിജയെ ഒന്ന് നേരിൽ കാണണമെന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാഹചര്യം കൂടി തെളിഞ്ഞതോടെ പിന്നെ കണ്ടേ മതിയാകൂ എന്ന നിലപാടിലേക്കെത്തി. നമ്മുടെ കുറെ നാളത്തുള്ള ആഗ്രഹമാണ് തളപതിയെ നേരിട്ട് കാണണമെന്ന്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ ഞങ്ങൾ 2 ആളും കൂടെ പുറപ്പെട്ടു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ താന്നൂരിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെന്നൈ വരെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 644 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കാൽനടയായിട്ടാണ് ഈ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുന്നത്. താനൂരിൽ നിന്ന് പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് കടക്കുക. ചെന്നൈയിലെത്തിയാൽ കാണാനാകുമോ എന്ന് ഉറപ്പില്ല. എന്നാലും പരമാവധി ശ്രമങ്ങൾ നടത്താനാണ് ഇരുവരുടെയും തീരുമാനം. 24 മലപ്പുറം. അപ്പോൾ എന്തായാലും ആ ദമ്പതികളുടെ ശ്രമം വിജയകരമാകട്ടെ, വിജയെ കാണാനാവട്ടെ. ബംഗാളിലേക്ക് നമ്മൾ പോകുന്നു. ബംഗാളിൽ BJPക്കെതിരെ വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാൻ നീക്കം തുടങ്ങി തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി. ഇടതുപക്ഷത്തോടും വിദ്യാർത്ഥി സംഘടനകളോടും മമത പിന്തുണ തേടി. ബംഗാളിൽ അധികാരമേറ്റ BJP സർക്കാരിന്റെ മന്ത്രിസഭാ വികസനവും വകുപ്പ് വിഭജനവും ഉടനെ ഉണ്ടാകും. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ആദ്യഘട്ടത്തിൽ തന്നെ തോൽവി അംഗീകരിക്കാനൊന്നും മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. ആദ്യ ശത്രു BJP ആയിരിക്കും എന്നൊരു തീരുമാനത്തിലേക്കും മമത എത്തിയിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും മമതാ ബാനർജി ഇനി എന്ത് ചെയ്യും എന്ന കാര്യം പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. മമതാ ബാനർജിക്ക് മുന്നിൽ ഒരുപാട് വഴികളൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒരു വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുക എന്നതാണ്. ദേശീയ തലത്തിൽ നേരത്തെ തന്നെ ഇന്ത്യ സഖ്യമുണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് തന്നെ മമതാ ബാനർജി തുടങ്ങിയതാണ്. ദേശീയ നേതാക്കളുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി സംസാരിച്ചു. അഖിലേഷ് യാദവ് നേരിട്ട് കൊൽക്കത്തയിലേക്ക് എത്തി പിന്തുണ പ്രഖ്യാപിച്ചു. ആ തരത്തിൽ ഇന്ത്യ ബ്ലോക്കിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതേസമയം ഇന്നലെ അവരുടെ വസതിയിൽ നടന്ന ചെറിയ ചടങ്ങിൽ വെച്ചാണ് അവർ ഈ തരത്തിൽ ഒരു വിശാല പ്രതിപക്ഷ സഖ്യം ആവശ്യമുണ്ട്, ബംഗാളിൽ അത് അത്യാവശ്യമാണ് എന്ന പ്രസ്താവന നടത്തിയത്. ആർക്ക് വേണ്ടും ഈ വിശാല സഖ്യത്തിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി തന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നവർ പറയുന്നു. ഇടതുപക്ഷവും ഒപ്പം തീവ്ര ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം, തന്നോടൊപ്പം അണിചേരണം എന്ന ഒരു അഭ്യർത്ഥന മമതാ ബാനർജി മുന്നോട്ട് വെക്കുന്നു. ഒപ്പം വിവിധ NGOകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ തന്നെ ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാകണം
എന്ന റിക്വസ്റ്റ് ആണ്, ഇങ്ങനെയുള്ള ഒരു അഭ്യർത്ഥനയാണ് മമതാ ബാനർജി മുന്നോട്ടേക്ക് വെക്കുന്നത്. BJP ആണ് പൊതുശത്രു എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം എന്നതാണ് മമത മുന്നോട്ട് വെക്കുന്ന കാര്യം. അങ്ങനെ സംസ്ഥാനത്തിനകത്തും ദില്ലിയിലും വലിയ പോരാട്ടം BJPക്കെതിരെ നടത്താൻ കൂടുതൽ പാർട്ടികളുടെ സംഘടനകളുടെ ഒക്കെ പിന്തുണ ഇപ്പോൾ തേടുകയാണ് മമതാ ബാനർജി. അതിൽ സംസ്ഥാനത്ത് ഇനി വിശാലമായ ഒരു പ്രതിപക്ഷ സഖ്യം വേണം എന്ന് മമത പറയുന്നു. ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിക്കുന്നത് മമതയാണ്. കോൺഗ്രസിനെ പുലർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഭരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ശക്തി സംസ്ഥാനത്ത് ക്ഷയിപ്പിക്കുന്നതിൽ നിർണായകമായത് മമതയാണ്. ആ പഴയ പരിഭവമൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്നതാണ് മമതയുടെ ഇപ്പോഴത്തെ നിലപാട്. ശരി. സാമ്പത്തിക സേവന രംഗത്ത് 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ അഹല്യ ഫിൻഫോറക്സിന്റെ രജത ജൂബിലി ആഘോഷവും വാർഷികാഘോഷവും നടന്നു. അഹല്യ ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആസ്ഥാനമായ പാലക്കാട് അഹല്യ ക്യാമ്പസിലെ പുനർജനി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ മാസം 1-2 തീയതികളിലായിരുന്നു ആഘോഷം. അഹം 3 എന്ന പേരിൽ വർണ്ണാഭമായ ചടങ്ങിൽ അഹല്യ ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ VS ഗോപാൽ, അഹല്യ ഫിൻഫോറക്ട് മാനേജിംഗ് ഡയറക്ടർ ഭുവനേന്ദ്രൻ, ഡയറക്ടർമാരായ രാജേഷ് പുത്തൻവീട്, തോമസ് കെ തോമസ്, PM തമ്പി, കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് ടോംസ് എന്നിവരോടൊപ്പം മറ്റ് വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. അഹല്യ ജീവനക്കാരുടേതുൾപ്പെടെയുള്ള കലാപരിപാടികൾ ചടങ്ങിന് കൂടുതൽ മിഴിവേകി. ഗോൾഡ് ലോൺ ഉൾപ്പെടെ വിവിധ വായ്പാ പദ്ധതികൾ, വിദേശ കറൻസി വിനിമയം, വിദേശത്തേക്ക് പണമയക്കൽ, സുരക്ഷിതമായ നിക്ഷേപ പദ്ധതികൾ, മികച്ച സാമ്പത്തിക ആസൂത്രണം തുടങ്ങിയവയാണ് അഹല്യ നൽകി വരുന്ന സേവനങ്ങൾ. എറണാകുളം പ്രസ് ക്ലബ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണ പരിപാടി എജ്യു പ്രസ് ആരംഭിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് റൂമുകൾക്കുള്ളിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തിനപ്പുറം ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രധാനമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. പരിപാടിയിൽ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. എറണാകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് R ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. നെസ്റ്റ് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് തോമസ് എബ്രഹാം, AVA ഗ്രൂപ്പ് റീജിയണൽ മാനേജർ T സുരേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം അവലോകനം ചെയ്യുന്നതിനായി CPIM പോളിറ്റ് ബ്യൂറോയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉണ്ടായ പരാജയങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തേക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബൽറാം, പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഒരു വിഭാഗം പറയുന്നത് പ്രതിപക്ഷ നേതാവായി CPM തന്നെ ഒരു അഭിപ്രായമുണ്ട് പിണറായി വിജയൻ ആകേണ്ട എന്നുള്ളത്. മറ്റൊന്ന്, ശക്തമായി നയിക്കണമെങ്കിൽ പിണറായി തന്നെ ഉണ്ടാകണമെന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. എന്താകും തീരുമാനം? വെരി ഗുഡ് മോർണിംഗ് വർഷ, ഗൂഗിൾ. വർഷ സൂചിപ്പിച്ച പോലെ തന്നെ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരാനുള്ള തരത്തിലുള്ള ചർച്ചകൾ നടന്നു വരുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതേസമയം അക്കാര്യത്തിൽ ചില എതിർപ്പുകളും ഉണ്ട്. മറ്റാരെങ്കിലും നയിക്കട്ടെ എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങളും ചില നേതാക്കൾ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ എന്ന റിപ്പോർട്ടുകളും ലഭ്യമായിട്ടുണ്ട്. അതേസമയം പ്രധാനമായും ഈ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരട്ടെ എന്നതിനെ അനുകൂലിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുന്നതാണ് പാർട്ടിക്ക് കൃത്യമായി തന്നെ പ്രതിരോധമൊരുക്കാൻ ഗുണം ചെയ്യുക എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ന്യായം എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ നേരത്തെ പ്രതിപക്ഷ നേതാവായി തുടർന്ന കാര്യം, മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായി തുടർന്ന കാര്യവും ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യം സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഒരു ധാരണ ഇന്ന് ആരംഭിക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. തീരുമാനം എടുക്കേണ്ടത് എന്തായാലും നിയമസഭാ കക്ഷി യോഗത്തിലാണ്. നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് CPIMന്റെ നിയമസഭാ കക്ഷി യോഗമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിൽ പോലും സാങ്കേതികമായ ഒരു തീരുമാനം അവിടേക്ക് നീങ്ങിയാലും ഇക്കാര്യം സംബന്ധിച്ചുള്ള ഒരു ധാരണ, പാർട്ടിയുടെ തീരുമാനം എന്ത് എന്നുള്ള കാര്യം ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടായേക്കാനാണ് സാധ്യതയുള്ളത്. അതേസമയം പ്രധാനമായും ഈ യോഗത്തിന്റെ അജണ്ട എന്നുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലേറ്റ കനത്ത പരാജയം അത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി നേരത്തെ വലിയ ആത്മവിശ്വാസം, തുടർ ഭരണത്തിന്റെ ആത്മവിശ്വാസമായിരുന്നു കേരള ഘടകം നേരത്തെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ അവതരിപ്പിച്ചത്. നേരിയ ഒരു ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടാകും, 3ാം പിണറായി സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് വലിയ പരാജയം, കണക്ക് കൂട്ടിയ വിജയം ലഭിച്ചില്ല എന്നതിനപ്പുറത്തേക്ക്
കനത്ത പരാജയം വാങ്ങേണ്ടി വന്നിരിക്കുന്നു. LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇതിന്റെ കാര്യകാരണങ്ങൾ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടാകും. വിശദമായ ചർച്ചകൾ തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന യോഗങ്ങളിലായിരിക്കും. തുടർച്ചയായി 5 ദിവസത്തെ യോഗമാണ് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്യാനുള്ളത്. പോളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും യോഗം ചേരുന്നുണ്ട്. തുടർന്ന് ബ്രാഞ്ച് തലങ്ങൾ മുതലുള്ള യോഗങ്ങളായിരിക്കും നടക്കുക. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മുഖ്യമന്ത്രി കാര്യത്തിൽ ചർച്ച തുടരുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലൂടെ ആകാംക്ഷയാണ്. അത് ഇന്നോ നാളെയോ അക്കാര്യത്തിലൊരു വ്യക്തത വരും. പിണറായി വിജയൻ നേതൃസ്ഥാനത്തേക്ക് വരുമോ, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ എന്നതിൽ ഒരു വ്യക്തത ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്ന CPIയുടെ ദേശീയ നേതൃയോഗം ഇന്നും തുടരും. കേരളത്തിൽ പാർട്ടിക്കും മുന്നണിക്കും സംഭവിച്ച തിരിച്ചടി ഇന്നത്തെ ദേശീയ കൗൺസിൽ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. ഭരണകാര്യങ്ങളിൽ ഇടതു നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള CPIഎമ്മിന്റെ നിലപാടുകൾ പരാജയത്തിന് കാരണമായെന്ന വിമർശനമാണ് CPI ഉന്നയിച്ചിരിക്കുന്നത്. മുന്നണിയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ചയാകും. ദേശീയതലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് കോട്ടം തട്ടിയ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് എന്ന ആശങ്ക പാർട്ടിയിൽ പുകയുന്നുണ്ട്. തമിഴ്നാട്ടിലെ മുന്നണി സമവാക്യങ്ങൾ തകിടം മറിഞ്ഞതോടെ ഇന്ത്യാ സഖ്യത്തിൽ ഭിന്നിപ്പുണ്ടായെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ തുറന്നടിച്ചു. മുസ്ലിം ലീഗിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ ഒരു മന്ത്രി ഉണ്ടാകുമെന്ന സൂചന നൽകി ലീഗ് ജില്ലാ പ്രസിഡന്റും നിയുക്ത MLAയുമായ കല്ലട്ര മാഹിൻ ഹാജി. മികച്ച വിജയമാണ് ജില്ലയിൽ UDF നേടിയത്. ലീഗിലെ മന്ത്രിമാരിൽ ഒരാൾ കാസർഗോഡ് നിന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പാർട്ടി സംസ്ഥാന നേതൃത്വം ഉചിത തീരുമാനമെടുക്കുമെന്നും കല്ലട്ര മാഹിൻ ഹാജി 24നോട് പറഞ്ഞു. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, അതേപോലെ മഞ്ചേശ്വരത്തും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. ജില്ലയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം ലഭ്യമാകണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. UDFൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അംഗീകരിക്കുമെന്ന വിശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ തൃപ്തരാണ്. യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന സൂചന നൽകിയ റഷ്യ നയതന്ത്ര പരിഹാരം ആഗ്രഹിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ശാശ്വത സമാധാനത്തിനുള്ള ധാരണയിലെത്തുകയാണെങ്കിൽ വ്ളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. മോസ്കോയിൽ നടന്ന വിക്ടറി ഡേ പരേഡിന് ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു പുടിൻ. യുക്രൈൻ പ്രശ്നത്തിന് നയതന്ത്ര പരിഹാരം റഷ്യ ആഗ്രഹിക്കുന്നുവെന്ന സൂചനയും പുടിൻ നൽകി. യൂറോപ്യൻ നേതാക്കളുടെ മധ്യസ്ഥത ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് മുൻ ജർമ്മൻ ചാൻസലർ ഗഹാർഡ് ഷൂഡറെ അതിന് താൽപര്യപ്പെടുന്നുവെന്നായിരുന്നു പുടിന്റെ മറുപടി. യുക്രൈനും റഷ്യയും തമ്മിൽ 3 ദിവസത്തെ വെടിനിർത്തൽ ഇന്നലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ യുദ്ധത്തിന്റെ അവസാനത്തിന് നാന്ദി കുറിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കടക്കൽ സ്വദേശി സുബിനാണ് മരിച്ചത്. മേഘ്ന മുരളി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘ്ന, എപ്പോഴായിരുന്നു അപകടം? മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? വർഷ, ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. 18 വയസ്സുള്ള സുബിനാണ് ഈ വാഹന അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതിൽ MC റോഡിൽ വെഞ്ഞാറമൂട് കീഴായിക്കുണത്ത് വെച്ചാണ് അപകടമുണ്ടാകുന്നത്. വെഞ്ഞാറമൂട് ഭാഗത്ത് നിന്ന് വന്ന ബൈക്കും അതുപോലെ തന്നെ എതിർദിശയിൽ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അതിൽ ഈ ബൈക്കിന് പിന്നിലിരുന്ന സുബിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീഴുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. അതുപോലെ തന്നെ ഈ ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്കും പരുക്കുണ്ട്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ സഞ്ചരിച്ച കാറും അതുപോലെ തന്നെ ഈ 2 പേർ സഞ്ചരിച്ച ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഫയർഫോഴ്സ് അടക്കം എത്തി ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും സുബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും അതിൽ സുബിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കുടുംബവും അതുപോലെ തന്നെ പോലീസും പറയുന്നത്. ശരി, മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് അസങ്കടകരമായ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എറണാകുളം കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിൽ നവചണ്ഡിക ഹോമം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തമിഴ്നാട്ടിലെ ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ നിന്നുമെത്തിയ 12 വേദ പണ്ഡിതരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സാംബകൃഷ്ണ ദീക്ഷിതർ, കണ്ണൻ ദീക്ഷിതർ എന്നിവരായിരുന്നു മുഖ്യ കാർമ്മികർ. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. IPL നിന്ന് സൂപ്പർ സൺഡേയാണ്. 2 മത്സരങ്ങളാണുള്ളത്. 3:30 ചെന്നൈ ലക്നൌവിനെയും രാത്രി 7:30 ബംഗളൂരു മുംബൈയെയും നേരിടും. ടോപ്പ് 4-ലെ സ്ഥാനം ഭദ്രമാക്കാൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ്, നോക്കൌട്ട് ഒഴിവാക്കാൻ മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസും. സൂപ്പർ സൺഡേയിലെ 2 മത്സരങ്ങളും സൂപ്പറാകാൻ വേറെ എന്ത് വേണം? 3:30 ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ലക്നൌവിനെ നേരിടുമ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ജയിച്ചതിന്റെ ആത്മവിശ്വാസമാണ്
ചെന്നൈ സൂപ്പർ കിങ്സിന് കൂട്ടിനുള്ളത്. 10 മത്സരങ്ങളിൽ 402 റൺസ് അടിച്ച സഞ്ജു സാംസൺ പതിവ് പോലെ മിന്നിച്ചാൽ ചെന്നൈക്ക് സീസണിലെ 6ാം ജയം കൂടെ പോരും. 6 തുടർ തോൽവികൾക്ക് ശേഷം ബംഗളൂരുവിനെ മലർത്തിയടിച്ചാണ് ലക്നൌവിന്റെ വരവ്. തോറ്റാൽ പുറത്താവുമെന്നതിനാൽ ഋഷഭ് പന്തും കൂട്ടരും മരണക്കളി തന്നെ കളിക്കും. ജയമില്ലെങ്കിൽ പുറത്തേക്കെന്നതാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടാനിറങ്ങുന്ന മുംബൈ ഇന്ത്യൻസിനെയും കാത്തിരിക്കുന്നത്. എന്നാൽ രോഹിത് ശർമ്മയുടെ മടങ്ങിവരവും കഴിഞ്ഞ മത്സരത്തിലെ ലക്നൌവിനെതിരായ ജയവും ആയുസ് നീട്ടിയെടുക്കാമെന്ന നീലപ്പടയുടെ പ്രതീക്ഷകൾക്ക് കരുത്തേകുന്നു. കഴിഞ്ഞ 2 കളികളിലും തോറ്റതിന്റെ ക്ഷീണത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാങ്കഡയിലെ പോലെ റായ്പൂരിലും മുംബൈയെ വീഴ്ത്തി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് മുന്നേറാമെന്നും നിലവിലെ ചാമ്പ്യന്മാർ കണക്കുകൂട്ടുന്നു. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി നേർക്കുനേർ പോരുന്നതും ഈ മത്സരത്തെ സ്പെഷ്യലാക്കുന്നു. സ്പോർട്സ് ഡെസ്ക് 24. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ കിരീടമുറപ്പിക്കാൻ FC ബാഴ്സലോണ ഇന്നിറങ്ങും. ഇത് രാത്രി 12:30 നടക്കുന്ന എൽ ക്ലാസിക്കോ പോരിൽ റയൽ മാഡ്രിഡിനെതിരെ തോൽക്കാതിരുന്നാൽ ബാഴ്സലോണ ചാമ്പ്യന്മാരാകും. ചിരവൈരികളുടെ മുന്നിൽ കിരീടധാരണം. FC ബാഴ്സലോണയ്ക്ക് ആനന്ദിക്കാൻ ഇതിൽ പരം എന്തു വേണം? ലാലിഗയിൽ 34 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബാഴ്സലോണയ്ക്ക് 88ഉം രണ്ടാമതുള്ള റയൽ മാഡ്രിഡിന് 77 പോയിന്റ്. സീസണിൽ 4 മത്സരങ്ങൾ ശേഷിക്കെ കിരീടമുറപ്പിക്കാൻ കറ്റാലൻസിന് ഇനി വേണ്ടത് ഒരേ ഒരു പോയിന്റ്. അതായത് ഇന്ന് റയൽ മാഡ്രിഡിനെതിരെ തോൽക്കാതിരുന്നാൽ മതി ബാഴ്സലോണയ്ക്ക് കിരീടം നിലനിർത്താൻ. പരുക്കുമൂലം ലമീൻ യമാൽ ഉണ്ടാവില്ല ബാഴ്സ നിരയിൽ. എന്നാൽ റഫീഞ്ഞയുടെ വരവ് കറ്റാലൻസിന് കരുത്താകും. അവസാനം കളിച്ച 6 എൽ ക്ലാസിക്കോയിൽ 5ലും ജയിച്ചതും മത്സരം സ്വന്തം മൈതാനമായ ക്യാമ്പ് നൗവിൽ എന്നതും ഹാൻസി ഫ്ലിക്കിനും സംഘത്തിനും മാനസിക മുൻതൂക്കം നൽകുന്നുണ്ട്. അതേസമയം കിരീടമില്ലാതെ ഒരു സീസൺ കൂടി അവസാനിപ്പിക്കേണ്ടി വരുമെന്ന നാണക്കേടിനൊപ്പം ടീമിനകത്തെ ചേരിപ്പോരിന്റെയും കയ്യാങ്കളിയുടെയും ക്ഷീണത്തിലാണ് റയൽ മാഡ്രിഡ്. ചൗമേനിയുമായുള്ള കയ്യാങ്കളിക്കിടെ പരിക്കേറ്റ വാൽവർദേക്ക് മത്സരം നഷ്ടമാകും. പരുക്കുഭേദമായി കിലിയൻ എംബാപ്പയും തിബോ കോർത്തുവയും തിരിച്ചെത്തുമെന്നതാണ് സ്ക്വാഡിലേക്ക് നോക്കുമ്പോൾ ഉള്ള ആശ്വാസം. എതിരാളിയുടെ കിരീടധാരണം വൈകിപ്പിക്കാൻ വാശിയോടെ ലോസ് ബ്ലാങ്കോസ് കളിച്ചാൽ പതിവ് പോലെ എൽ ക്ലാസിക്കോ ക്ലാസ് ആകും. സ്പോർട്സ് ഡെസ്ക് 24. ISL-ൽ ജയം തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. വൈകിട്ട് 5-ന് കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് എതിരാളികൾ. 11 മത്സരങ്ങളിൽ 3 ജയവും 2 സമനിലയും 6 തോൽവിയും ഉൾപ്പെടെ 11 പോയിന്റുമായി 8ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. തുടക്കത്തിലെ തിരിച്ചടികൾക്ക് ശേഷം അവസാന 4 മത്സരങ്ങളിൽ 3ലും ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കൊമ്പന്മാർ. തരം താഴ്ത്തൽ ഭീഷണി ഒഴിവാക്കിയതോടെ ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും ജയിച്ച് നില മെച്ചപ്പെടുത്താനാകും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗളൂരുവിലും ഹൈദരാബാദിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന മോദി ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ നിർമ്മിച്ച പുതിയ ധ്യാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും. ബംഗളൂരു HAL എയർപോർട്ടിൽ പൊതുസമ്മേളനത്തിലും മോദി പങ്കെടുക്കും. തുടർന്ന് തെലങ്കാനയിലെത്തുന്ന മോദി 9400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ചരക്കു നീക്കം സുഗമമാക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതികൾ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ബംഗളൂരു HAL റോഡിലും നൈസ് റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൂടിനാശ്വാസമായി അങ്ങനെ മഴ ശക്തമാവുന്നുണ്ട്. വേനൽമഴ ഇനിയും അങ്ങോട്ടും ശക്തമാകുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകാൻ സാധ്യതയുള്ളത് മഴയെ സ്വാധീനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മേഘ്ന മുരളി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘ്ന, കാലാവസ്ഥാ വകുപ്പിന്റെ മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വർഷ, ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇത് മഴയെ സ്വാധീനിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴയും അതുപോലെ തന്നെ മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും വീശാൻ സാധ്യതയുണ്ടെന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെടുന്നതിനനുസരിച്ച് മഴയുടെ ശക്തി വർദ്ധിക്കുമെന്നുള്ള കാര്യം
കൂടി ഒരറിയിപ്പായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് തെക്കൻ മധ്യ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. വടക്കൻ ജില്ലകളിലേക്ക് മഴ മുന്നറിയിപ്പ് എത്തിയിട്ടില്ല. മഴയുടെ ശക്തി കുറയാനാണ് വടക്കൻ ജില്ലകളിൽ സാധ്യതയുള്ളത്. എന്തായാലും ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ കേരള, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. കാറ്റിനും ഇടിമിന്നലിനും അതുപോലെ തന്നെ മഴയിലുണ്ടാകുന്ന അപകടങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മുക്കം കുറ്റിപ്പാലയിൽ ശക്തമായ മഴയിൽ മരം കടപുഴകി വീണു. പ്രദേശത്ത് വൈദ്യുതിയും ഗതാഗതവും തടസ്സപ്പെട്ടു. ദിലിഷ തിലകൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിലിഷ, കോഴിക്കോട് കനത്ത മഴയായിരുന്നോ? ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? ഗോകുല്, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ വേനൽ മഴ കുറച്ചധികം കടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ വലിയ രീതിയിലുള്ള ആശ്വാസം വേനൽമഴ മൂലം ഉണ്ടായിട്ടുണ്ട്. ചൂടിന് നല്ല ആശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചില നാശനഷ്ടങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മുക്കം കുറ്റിപ്പാലയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായ മഴയിൽ മരം കടപുഴകി വീണത്. ഗതാഗത തടസ്സമുണ്ടായി. മാത്രമല്ല ഈ വൈദ്യുതി ലൈനുകൾക്കെല്ലാം തന്നെ സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. രാത്രിയോടെ തന്നെ ഈ മുക്കം അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത മഴയിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രം എല്ലാം തന്നെ വേനൽ മഴയിൽ ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മഴയെ തുടർന്ന് ആശുപത്രിയുടെ പല ഭാഗത്തും ഇപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിൽ ഉൾപ്പെടെ കാര്യമായി തന്നെ വേനൽ മഴ നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ ഇനി കൗതുകകരമായ ഒരു കാഴ്ചയിലേക്കാണ്. കാഴ്ചക്കാർക്ക് കൗതുകമായി മാണിക്കനെന്ന കാളയും കാളവണ്ടിയും. പത്തനംതിട്ട തട്ട സ്വദേശി ചിക്കു നന്ദനയുടെ ഫാമിലാണ് ഈ മനോഹര കാഴ്ചകൾ. ഗിനിപ്പന്തി മുതൽ ഒട്ടകം വരെ തട്ടയിലുണ്ട്. അറവുശാലയിലെ കത്തി കഴുത്തിൽ വീഴുന്നതിന് നിമിഷങ്ങൾക്ക് തൊട്ടുമുമ്പ് ചിക്കു നന്ദന മാണിക്യത്തിന്റെ അടുത്തെത്തി. ഉടമയിൽ നിന്ന് ആദ്യം വില ഒത്തുവരാത്തതിനാൽ കൈവിട്ടുപോയ കച്ചവടമായിരുന്നു. തനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട കാളയെ അറവുകാർക്ക് കൊടുത്തതറിഞ്ഞ് ചിക്കു നന്ദന വില നോക്കാതെ കാളയെ സ്വന്തമാക്കി നാട്ടിലേക്ക് കൊണ്ടുവന്നു. ചിട്ടയോടെ പരിശീലനം നൽകി മാണിക്യൻ എന്ന പേരിട്ടു. ഇപ്പോൾ തട്ടയിലെ ആളുകൾക്കും അവിടെ വരുന്ന കാഴ്ചക്കാർക്കും പ്രിയപ്പെട്ടവനാണ് മാണിക്യൻ. കാങ്കൈ ഇനത്തിൽപ്പെട്ട കാളയാണ്. മാണിക്യനൊപ്പം വണ്ടി കൂടി സെറ്റാക്കിയതോടെ കാളവണ്ടി സഞ്ചാരവും അടിപൊളി. നമ്മൾ കാളവണ്ടി യാത്രയൊക്കെ പണ്ട് കാലം മുതലുള്ളതാണ്. അപ്പോൾ കാളവണ്ടി യാത്രയൊക്കെ ഒരു കാരണവശാലും കാളയെ വലിയ അമിതമായ ഭാരം എടുപ്പിക്കുകയൊന്നും ചെയ്യുന്ന ഒരു ജോലിയല്ല. കാളയ്ക്ക് എക്സസൈസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കാളയ്ക്ക് ഈ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കാള വയറ് വീർത്തും ഇതൊക്കെ ചെയ്യും. കാളയ്ക്ക് ലാട പഠിക്കണം. ലാട പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നൊമ്പര് വരും. കാലിന് നൊമ്പര് വന്നു കഴിഞ്ഞാൽ പിന്നെ കാളയ്ക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് ഇവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന് നമ്മൾ വളരെ പെറ്റായിട്ട് വളർത്തുന്നു. തട്ടയിലെ വീടിനോട് ചേർന്നുള്ള 2.5 ഏക്കർ സ്ഥലത്താണ് ചിക്കുവിന്റെ ഫാം. പന്നി മുതൽ ഒട്ടകം വരെ 25 വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഫാമിലുണ്ട്. 2 വർഷമായി ആളുകൾക്ക് ഫാമിൽ മൃഗങ്ങളെ കാണാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഫാമിലെത്തുന്ന കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഹാപ്പി. ഒട്ടകത്തിനെ കാണാൻ പറ്റിയ കുട്ടികൾക്ക് ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഗൾഫ് കൺട്രീസിലൊക്കെ പോയിട്ട് ഒട്ടകത്തിനെ കാണുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ എമു നമ്മൾ പറയുന്നത് എൻ്റെ ഹോഴ്സ് അതൊക്കെ നമ്മൾ ടി വിയിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമുക്കൊന്ന് ടച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊന്ന് ടച്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ വന്നപ്പോൾ നടന്നു. ചിക്കുവിന്റെ ഫാമിലെ മൃഗങ്ങൾ സിനിമയിലും വേഷമിട്ടു. കുളമ്പടി ശബ്ദവും കാളവണ്ടി സവാരിയും തട്ടയിൽ ട്രെൻഡിംഗ് ആയി. കാളവണ്ടിക്കൊപ്പം കുതിരവണ്ടി സവാരിയും ചിക്കു നന്ദന ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. മാണിക്യൻ സുന്ദരനാണെന്ന് ആശ പറയുന്നുണ്ട്. അതായാലും മനോഹരമായി ആ മൃഗങ്ങളെ പരിപാലിക്കുന്നുണ്ട്. അത് അറവുശാലയിൽ നിന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ പരിപാലിക്കുന്നതിൽ നല്ല കാര്യം. കുറേ പേർക്ക് പോയി കാണാനും കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് തട്ടയിലെ ഈ ഫാം. പക്ഷേ കാളയിൽ നിന്ന് പോകുന്നത് ഒരു സങ്കടകരമായ വാർത്തയിലേക്കാണ്. പോത്തിൻ്റെ ആക്രമണത്തിൽ എറണാകുളം കളമശ്ശേരിയിൽ വയോധികൻ കൊല്ലപ്പെട്ടു. കൈപ്പടമുകൾ സ്വദേശി അബുവാണ് മരിച്ചത്. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ലിഡിയ, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് ഈ പോത്തിൻ്റെ ആക്രമണം ഉണ്ടായത്?
ഗോകുൽ, ഇന്നലെ വൈകുന്നേരം 7:30യോടെയാണ് വളരെ ദാരുണമായിട്ടുള്ള സംഭവം കളമശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത്. കൊല്ലംകുടി സ്വദേശിയായിട്ടുള്ള കൊല്ലംകുടി വീട്ടിൽ കഴിപ്പടമുകൾ സ്വദേശിയായിട്ടുള്ള അബുവാണ് കൊല്ലപ്പെട്ടത്. അതായത് ഈ പോത്ത് അബുവിന്റെ വീടിന് സമീപത്തെ പാടത്ത് മേഞ്ഞുകൊണ്ടിരുന്ന പോത്താണ്. അത് കെട്ടഴിഞ്ഞ് വീടിന് സമീപത്തേക്ക് വരികയായിരുന്നു. ആ വന്ന പോത്തിനെ വീടിന് സമീപത്ത് നിന്നും ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോത്ത് അപ്രതീക്ഷിതമായി അബുവിനെ കുത്തുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഉടനെ തന്നെ സമീപവാസികൾ എത്തി ഈ അബുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ അബു മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ അബുവിന്റെ അടുത്തേക്ക് ഈ ആളുകൾ എത്തുമ്പോഴേക്കും ആ സമയത്തും ഈ പോത്ത് വലിയ രീതിയിലുള്ള അക്രമാസക്തനായിരുന്നു. പിന്നീട് ഉടമയെത്തിയാണ് ഈ പോത്തിനെ അനുനയിപ്പിച്ച് ഉടമയെ കണ്ടപ്പോഴാണ് പോത്ത് ശാന്തനായത് എന്നാണ്. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു, ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അബു മരണപ്പെട്ടു എന്നുള്ളതാണ്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഈ സമീപ പ്രദേശങ്ങളിൽ ഉള്ള പാടങ്ങളിലൊക്കെ മേഞ്ഞ് നടക്കുന്ന പോത്താണ്, ഉടമ ഉള്ള പോത്താണ്. ആ പോത്താണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. സാധാരണഗതിയിൽ വലിയ അക്രമ സംഭവങ്ങളോ ഒന്നും തന്നെ അത്തരത്തിൽ ആക്രമണങ്ങളോ ഒന്നും തന്നെ നടത്താത്ത ഒരു പോത്താണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് രാവിലെ വരുന്നത്. തീർച്ചയായും അപ്രതീക്ഷിതമായ ആക്രമണത്തിലാണ് അബുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. പോത്ത് വിരണ്ട് ഓടി അതിനെ ഓടിക്കാൻ ശ്രമിച്ചതാണ്. അവിടെ മേഞ്ഞടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പരിചയം വെച്ചായിരിക്കും അതിനെ ഓടിക്കാൻ ശ്രമിച്ചതായാലും സങ്കടകരമാണ്. വയനാട് കബനി നദിയിൽ വ്യാപകമായി അപകടകാരിയായ പായൽ നിറയുന്ന പ്രതിഭാസം. യൂഗ്ലൻഡ വർഗത്തിൽപ്പെട്ട ആൽഗകളാണ് പ്രതിഭാസത്തിന് പിന്നിലെന്ന് പഠനത്തിൽ കണ്ടെത്തി. വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുമ്പോഴോ കുടിവെള്ള സ്രോതസ്സുകളിൽ പോഷകങ്ങൾ അമിതമായി അടിഞ്ഞുകൂടുമ്പോഴാണ് ഇവ പെരുകുന്നത്. വേനൽ കടുത്തപ്പോഴാണ് പുഴയിൽ അപകടകാരിയായ പായലുകൾ അടിഞ്ഞുകൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളത്തിൽ നിറവ്യത്യാസം എന്നുള്ളതല്ലാതെ ഒറ്റ നോട്ടത്തിൽ പായലാണെന്ന് പറയാനാകില്ല. ഈ നിറവ്യത്യാസം യുഗ്ലനോയിഡ് ആൽഗകളുടെ അമിതമായ വളർച്ച മൂലമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. നമ്മുടെ വേനൽമല ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ചൂട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുഴയിലേക്ക് ന്യൂട്രിയൻ്റ് ലോഡ് കണ്ടമാനം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ചെറു ആൽഗകൾ കണ്ടമാനം വളർന്ന് ഈ പറയുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഉപയോഗിച്ച് കണ്ടമാനം വളർന്ന് പ്രൊഫറേറ്റ് ചെയ്ത് ഒരു ലെയർ പോലെ അതിൻ്റെ മോഡൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഇവയുടെ സാന്നിധ്യം വെള്ളത്തിന് പച്ച നിറമാണ് നൽകുക. കാരണം ചെടികളിലേതുപോലെ ക്ലോറോഫിൽ തന്നെ. എന്നാൽ ഉയർന്ന താപനില, സൂര്യപ്രകാശം, ഓക്സിജന്റെ കുറവ് തുടങ്ങിയവ മൂലം ക്ലോറോഫിൽ കുറഞ്ഞ് കരോട്ടിനോയിഡ് പിഗ്മെന്റുകൾ അടിഞ്ഞുകൂടുന്നു. ഇവയാണ് പായൽ പിന്നീട് മഞ്ഞയായി കാണപ്പെടുന്നതിന് കാരണം. പൊതുവെ ഇത് ആൽഗകളുടെ പ്രതിരോധ പ്രതികരണമാണെങ്കിൽ കൂടി ഇവയുടെ അമിത സാന്നിധ്യം കുടിവെള്ളത്തെ രൂക്ഷമായി ബാധിക്കും. ഇവ നശിക്കുമ്പോൾ ദുർഗന്ധവും അമോണിയ പോലുള്ള രാസവസ്തുക്കൾ വെള്ളത്തിൽ കലരാനും സാധ്യതയുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളിലും സമാന രീതിയിൽ കണ്ടേക്കാമെന്നാണ് പഠനം. മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതും കൃഷിസ്ഥലങ്ങളിൽ നിന്നുള്ള വളങ്ങളുടെ ഒഴുക്കും പുഴയിലെ ജലപ്രവാഹം കുറയുന്നതുമാണ് ഇവയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ചിലത്. 24 വയനാട്. റിപ്പോർട്ടറുടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.